بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന സ്വഭാവം പരിശീലിക്കാനുള്ള വഴികൾ, അതാണ് ഗസാലി ഇമാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തെത്തി നിൽക്കുകയാണ്. അതായത് ഒരു മനസ്സിന്റെ ദൗത്യം എന്താണ്, ആ ദൗത്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി എന്താണ്, അതിലെ പ്രധാന പ്രതിസന്ധികൾ എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ മനസ്സിനെ ബാധിക്കുന്ന രോഗവും രോഗലക്ഷണവും എന്താണ് എന്ന് പറയുന്നത് കൂടിയാണ് ബയാനു അലാമാത്തി അംറാദിൽ ഖുലൂബി വ അലാമാത്തി ഔദിഹ ഇല സ്വഹത്തി. മനസ്സിന്റെ അമ്രാദും അത് ആരോഗ്യത്തിലേക്ക് മടങ്ങും. മനസ്സ് രോഗമുള്ളതായി തീരുന്നതിൻ്റെയും അതുപോലെ മനസ്സ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെയും ലക്ഷണങ്ങൾ ഇത് പറയുന്ന ഭാഗമാണ് ഇന്ന്. അലാമാത്തു അമ്രാദിൽ ഖുലൂബ് അലാമാത്തു ഔദിഹ ഇല സ്വഹ. മനസ്സിന്റെ രോഗങ്ങളുടെ ലക്ഷണങ്ങളും അത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങൾ. കേവലം അന്ന കുല്ല ഉദ്വിൻ മിൻ അഅ്ളാഇൽ ബദനി ഖുലിഖ ലിഫഇലിൻ ഖാസിൻ ബിഹി. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ചില ദൗത്യങ്ങളുണ്ട്. വഇന്നമാ മറദുഹു അൻ യതഅദ്ദറ അലൈഹി ഫഇലുഹു അല്ലദീ ഖുലിഖ ലഹു. ഒരു അവയവം ഏത് വിഷയത്തിന് വേണ്ടിയാണോ പടക്കപ്പെട്ടത് അത് അസാധ്യമാകുമ്പോൾ അത് രോഗമാണ്. അത് അസാധ്യമാകുന്നത് രോഗമാണ്. ഹത്താ ലാ യസ്ദുറു മിൻഹു അസ്വലൻ വയസ്ദുറു മിൻഹു മഅ നൗഇൻ മിനൽ ഇദ്തിറാബ്. തീരെ ആ പ്രവൃത്തി തന്നെ ഇല്ലാതിരിക്കുക എന്നത് ഒന്ന്. മറ്റൊന്ന്, ചിലപ്പോ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിലൊരു ജർക്കിങ് ഉണ്ട്. അതായത് വേണ്ട പോലെ നടക്കുന്നില്ല. അപ്പൊ അത് രോഗമാണ്. ഇപ്പൊ മറവുൽ ഏതി അലൈഹിൽ ബത്ഷു. അപ്പൊ കൈയിന്റെ മറലാണ്, കൈ കൊണ്ടൊരു സാധനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറവുൽ ഐനി അലൈഹിൽ ലിബ്സ്വാർ. കണ്ണിന്റെ രോഗമാണ്, ഒരു സംഗതി നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. കാണേണ്ട ഒരു സാധനം ഖുർആനും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അടുത്തു വരുന്ന ഒരാളെ കാണാൻ പറ്റുന്നില്ല, പോകാൻ പോകുന്ന വഴി കാണാൻ പറ്റുന്നില്ല. അപ്പോ അത് കണ്ണിന്റെ രോഗമാണ്. وكذلك مرض القلب أن يتعذر عليه فعله الخاص به الذي خلق لأجله. ആ കൽബ് പടക്കപ്പെട്ട ആവശ്യം കൽബ് കൊണ്ട് നടക്കാതിരുന്നാൽ അത് കൽബിന്റെ രോഗമാണ്. وهو العلم والحكمة والمعرفة وحب الله تعالى وعبادته. കൽബിന്റെ ഡ്യൂട്ടി എന്താണ്? ഇൽമ് ഹിക്മത്താണ്. ഇൽമ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറിവ് നേടുക, അറിവ് അവസരോചിതമാവുക എന്നതാണ്. സൈലന്റ് അറിവ് അത് അവസരോചിതമാക്കുക, അതാണ് ഹിക്മത്ത്. വൽ മാരിഫത്തു, അതുപോലെ മാരിഫത്താണ് അറിയുക. വഹബ്ബുല്ലാഹി തആല വഇബാദത്തുഹു. മാരിഫത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുക. വഹബ്ബുല്ലാഹി തആല വഇബാദത്തുഹു, അള്ളാഹുവിനോട് മഹബ്ബത്ത് തോന്നുക, സ്നേഹം തോന്നുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് എന്നത് ഒരു മനുഷ്യന് ഒരു സംഗതിയോട് അങ്ങേയറ്റത്തെ ബഹുമാനം തോന്നുന്ന സമയത്ത്, വിധേയത്വം തോന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇബാദത്ത്. ദിക്രിഹി, ആ ദിക്റ് കൊണ്ട് ആ ദിക്റ് ഏറ്റവും ടേസ്റ്റി ആവുക. അള്ളാഹുവിന്റെ ദിക്റുകൾ, അള്ളാഹുവിനെ ഓർക്കുന്നത് എപ്പോഴും ടേസ്റ്റി ആവുക. പിന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ വൈകാരികതയും അതെല്ലാം ഒഴിവാക്കി എല്ലാറ്റിനേക്കാളും പ്രാധാന്യം അള്ളാഹുവിനാവുക. വൽ ഇസ്തിആനത്തു ബിജമീഇ ശഹവാതി വൽ അഅ്ദാഇ അലൈഹി.
എല്ലാ അവയവവും എല്ലാ വൈകാരികതയും എന്തിനുപയോഗിക്കുക? അള്ളാഹു എന്ന വിഷയത്തിൽ ഉപയോഗിക്കുക. അള്ളാഹു എന്നതിന്റെ മഹത്വം ബോധ്യപ്പെട്ടതിന്റെ പേരിൽ വൈകാരികതയൊക്കെ അള്ളാഹുവാണ് അങ്ങനെയായി മാറുക. എല്ലാം അതിനുപയോഗിക്കും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഒക്കെ പടച്ചത് ഈ ഒരു വിഷയത്തിന്, അള്ളാഹുവിനെ മനസ്സിലാക്കിയതിന്റെ പേരിലുള്ള വിധേയത്വം. ആ വിധേയത്വത്തിന് വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത്. ഫഫി കുല്ലി ഉദ്വിൻ ഫായിദത്തുൻ. അപ്പൊ ഓരോ അവയവത്തിനും ഓരോ നേട്ടം ഉണ്ടാകണം. ഫായിദത്തുൽ ഖൽബി അൽ ഹിക്മത്തു വൽ മഅരിഫത്ത്. ഖൽബിന്റെ നേട്ടം എന്താണ്? ഹിക്മത്ത് മാരിഫത്താണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ് ഹൃദയം കൊണ്ടുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖാസിയ്യത്തുൻ നഫ്സില്ലത്തി ലിൽ ആദമി മാ യതമയ്യസു ബിഹാ അനിൽ ബഹാഇം. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, നാൽക്കാലി മൃഗങ്ങളിൽ നിന്നെല്ലാം വേറിട്ടവനാക്കുന്നത് ഈ ഒരു വിഷയമാണ്. അവന്റെ സ്പെഷ്യാലിറ്റി അതാണ്. ഫൈലഹു ലം യതമയ്യസ് അൻഹാ ബിൽ ഖുവ്വത്തി അലൽ അക്ലി. തിന്നാൻ മറ്റു പല ജീവികൾക്കും പറ്റും, മനുഷ്യനെ പോലെ അതിലേറെ. വൽവിഖായി, അതുപോലെ ലൈംഗികത. വല്ലിബ്സ്വാർ, കാഴ്ച. വൈരിഹ, മറ്റുള്ളതൊക്കെ മനുഷ്യനെക്കാളും പലതിനും പല ജീവികൾക്കും കാണും. പക്ഷെ ഈ ഒരു വിഷയം ബൽ ബിമാരിഫത്തിൽ അശിയാഇ അലാ മാ ഹിയ അലൈഹി, ഓരോന്നും അതിൻ്റെതായ വകയിൽ മനസ്സിലാക്കുക എന്നത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്. അത് മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയ ഒരു സവിശേഷതയാണ്. ഫലൗ അറഫ വഅസ്ലുൽ അശ്യാഇ വമൂജിദുഹാ വമുഖ്തരിഉഹാ ഹുവല്ലാഹു അസ്സ വജൽ, ഹുവല്ലാഹു അസ്സ വജൽ അല്ലദീ ജഅലഹാ അശ്യാ. എല്ലാ വസ്തുക്കളുടെയും ബേസ് എന്താണ്? അത് അതിനെ ഉണ്ടാക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കലാണ്. ഫലൗ അറഫ കുല്ല ഷൈഇൻ, ഒരാൾക്കെല്ലാം അറിയാം, അയാൾ ഒരു എൻസൈക്ലോപീഡിയയാണ്. പക്ഷെ വലം യഅരിഫില്ലാഹ അസ്സ വജൽ, അയാൾക്ക് അള്ളാഹുവിനെ അറിയില്ല. ഫകഅന്നഹു ലം യഅരിഫ് ഷൈഅ. പിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. അലാമത്തുൽ മാരിഫത്തി അൽ മഹബ്ബത്തു. ഒരാൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്താണ്? അറിഞ്ഞാലുള്ള ലക്ഷണം അത് മഹബ്ബത്ത് തോന്നണം. ശരിക്കും അറിഞ്ഞത് അറിയലാണെങ്കിൽ അതിനോട് മഹബ്ബത്ത് തോന്നണം. അപ്പോ വലാമത്തുൽ മാരിഫത്തി അൽ മഹബ്ബത്തു ഫമൻ അറഫ അല്ലാഹ തആല അഹബ്ബഹു. അള്ളാഹിനെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇഷ്ടം തോന്നണം. വലാമത്തുൽ മഹബ്ബത്തി അൻ ലാ യുഅ്സിറ അലൈഹി ദുനിയ വലാ ഗൈറഹാ മിനൽ മഹ്ബൂബാത്ത്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ പിന്നെ അള്ളാഹുവിനേക്കാൾ ഒന്നിനും പ്രാധാന്യമില്ല. ഒരു വിഷയത്തിനും ഒരു പ്രിയപ്പെട്ടതും അള്ളാഹുവിന്റെ മേലെയില്ല. കമാ ഖാല അല്ലാഹു തആല ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും. നിങ്ങളെ ബാപ്പമാര്, മക്കള്, സഹോദരന്മാര്, ഭാര്യമാര്, ഇണകൾ, ഇവരെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ വഴിയേക്കാളും പ്രധാനപ്പെട്ടതാണോ? ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅം. പിന്നെ അങ്ങ് ചെല്ലണ്ട, ആഖിറത്തിലെത്തും നിങ്ങളെ കഥ പോക്കാണ്. ഫമൻ ഇൻദഹു ശൈഉൻ അഹബ്ബ ഇലൈഹി മിനല്ലാഹി ഫഖൽബുഹു മരീദുൻ. ഒരാളടുക്കൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു സംഗതി അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ അയാളെ കൽബ് മരീദാണ്, അയാൾ രോഗിയാണ്. കമാ അന്ന കുല്ല മിഅദത്തിൻ സാറത് തീനു അഹബ്ബ ഇലൈഹാ മിനൽ ഖുബ്സി വൽ മാഇ. ഒരാളെ വയറ്റിന് പത്തിരി ഇഷ്ടമില്ല, മണ്ണ് ഒക്കെയാണ് ഇഷ്ടം എങ്കിൽ ഔ സഖത്തത്ത് ശഹ്വതുഹാ അനിൽ ഖുബ്സി വൽ മാഇ ഫഹിയ മരീദത്തുൻ. ഒരാൾക്ക് പത്തിരി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്നാൽ അയാളെ വയറിന് അസുഖമുണ്ട്, അയാൾക്ക് അസുഖമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഫഹാദിഹി അലാമാത്തുൽ മറദ്. ഇത് രോഗത്തിന്റെ അടയാളമാണ്. വബിഹാദ യുറഫു അന്നൽ ഖുലൂബ കുല്ലഹാ മരീദത്തുൻ ഇല്ലാ മാ ശാ അല്ലാഹ്. ഈ പറയപ്പെട്ടതല്ലാത്ത എല്ലാം രോഗമാണ്. അപ്പോ ദുനിയാവിനോടുള്ള മഹബത്ത്, അള്ളാഹു അല്ലാത്ത എന്തിനോടുള്ള മഹബത്തും അത് അള്ളാഹുവിനേക്കാൾ ആണെങ്കിൽ അത് രോഗമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇല്ല അന്ന മിനൽ അംറാദി മാ ലാ യഅരിഫുഹാ സ്വാഹിബുഹ. ചില രോഗമുള്ള ആൾ അറിയില്ല, അയാൾക്ക് ട്യൂമർ ഉണ്ടെന്ന് അയാൾ അറിയില്ല, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ മറദുൽ ഖൽബി മിമ്മാ ലാ യഅരിഫുഹു സ്വാഹിബുഹു. പലപ്പോഴും ഈ കൽബിന്റെ രോഗമുള്ള ആള് അയാൾ ആ വിഷയം അറിയില്ല. ഫലിദാലിക യഗ്ഫുലു അൻഹു. അതുകൊണ്ട് തന്നെ അയാൾ അതിന് അശ്രദ്ധനാകും. അയാളുടെ മൈൻഡ് ഔട്ട് ആവും, അയാൾ അതിലേക്ക് ശ്രദ്ധയിൽ വരുന്നില്ല.
പക്ഷെ ചിലർക്കൊക്കെ രോഗം മനസ്സിലായാൽ തന്നെ അയാൾക്ക് മരുന്ന് കുടിക്കാൻ പറ്റുന്നില്ല. മരുന്ന് ഭയങ്കര കയ്പാണ്. എന്താണ് ഇവിടുത്തെ കയ്പുള്ള മരുന്ന്? ഏതാ? മുഖാലഫത്തു ഷഹവാത്ത്, വൈകാരികതകൾ മാറ്റിവെക്കലാണ്. റൂഹി, അത് റൂഹിനെ പറിച്ചെടുക്കുന്നത് പോലെ. ഇപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ ഒരു 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 രക്ഷിതാവ് എന്നോട് ചോദിച്ചു, മകള് 10ാം ക്ലാസ് പഠിക്കുന്ന മകള് കുട്ടികളുടെയൊക്കെ കൂടെ ആഹ്, ഒരുപാട് കുട്ടികൾ, ഒരു 100-500 കുട്ടികൾ ഒന്നിച്ച് ഒരു 3 ദിവസത്തെ യാത്രക്ക് പോവുക. 3 ദിവസത്തെ യാത്രക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു. നല്ല മാന്യതയിലും നിലവാരത്തിലും ജീവിക്കുന്ന ഫാമിലിയാണുള്ളത്. അവര് ഒരു മകളെ 14-15 വയസ്സായ ഒരു മകളെ 3 ദിവസത്തേക്ക് ഒന്നിച്ച് യാത്രയാക്കാൻ പറഞ്ഞേക്കുമ്പോ അവിടെ ഈ രക്ഷിതാവ്, പൊതുവെ ഇന്നത്തെ ക്യാമ്പസ് പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, സാഹചര്യങ്ങൾ. ആ സാഹചര്യത്തിൽ അത്തരമൊരു സംഗതിയിൽ അപകട സാഹചര്യങ്ങൾ ഉള്ള, ഒരുപാട് ജീവിതം തന്നെ അവതാളത്തിലാകാൻ സാധ്യതയുള്ള അത്തരം ഒരു സംവിധാനത്തിലൂടെ പോകുമ്പോൾ അവിടെ ടൂർ പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ടൂറ് ഒരു ഭൂരിഭാഗവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അങ്ങാടിയിലൂടെ ഒരു സ്കൂൾ ടൂർ പോകുന്നത് കണ്ടാൽ കുറുക്കന്മാരെ കൊണ്ടുവന്ന പെട്ടിയാണ് എന്ന് തോന്നും. അതുമാതിരി ബഹളവും ആ ഒരു ഇതും, ഒരുപാട് കൗൺസിലിംഗ് കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നിടത്തെല്ലാം ടൂറ് കാലയളവിൽ സംഭവിച്ചു പോയ ഒരുപാട് മിസ്റ്റേക്കുകൾ, ജീവിതം തന്നെ തകർക്കുന്നത് നിരവധി കാണാം. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഒരു ടൂറിന് സ്വാഭാവികമായും രക്ഷിതാക്കൾക്ക് കഴിയില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അത് തെറ്റാണെന്ന് അറിയാം. കുട്ടിയും പറയുന്നത് ശരിയാ, അതിൽ ഒരുപാട് അപകടം ഉണ്ടെന്ന് അറിയാം. എന്നാലും അപ്പൊ അതൊരു ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, ഇഷ്ടങ്ങൾ വൈകാരികതയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു റൂഹ് പറിച്ചെടുക്കും പോലെ തോന്നും. പക്ഷേ അപകടം ഒഴിവാക്കിയേ പറ്റൂ. മസലൻ, ഫോർ എക്സാമ്പിൾ, ഒരാള് 2 വീലർ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കണം. അത് ഹെൽമെറ്റ് വെച്ച ഒരു സുഖം ഉണ്ടാവില്ല. ഹെൽമെറ്റ് വെച്ച സുഖം ഉണ്ടാവില്ല എന്നുള്ളതല്ല, അത് അപകട സാഹചര്യമാണ്. അപ്പൊ അയാൾ പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും പറ്റൂല, എന്നെ വിശ്വാസമില്ല നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണ്. ആ കുട്ടി ചോദിക്കാണ്, വേറൊരു കുട്ടി പോകുന്നുണ്ടല്ലോ, ആ കുട്ടിക്കൊക്കെ അവരെ രക്ഷിതാവിന് അവരെ വിശ്വാസമാണ്. വിശ്വാസമില്ലായ്മയല്ല. ഈ 2 വീലർ പോകുന്ന പോലെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കോടതി പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് ഈ ഹെൽമെറ്റ് വെക്കണം. വിശ്വാസക്കുറവല്ല, അത് പ്രൊട്ടക്ഷനാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക എന്നത് ചിലപ്പോഴൊക്കെ എന്തായിരിക്കും, രോഗത്തിന് മരുന്ന് കുടിക്കുമ്പോൾ കയ്പൊക്കെ ഉണ്ടാകും ചിലപ്പോ. പക്ഷേ അത് ചെയ്യണം. ഫൈൻ വുജിദ മിൻ നഫ്സിഹി ഖുവ്വത്തു സ്വബ്രി അലൈഹി ലം യജിദ് ത്വബീബൻ. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണ്? അവസാനം പറയാ, ഇനി ഒരാൾ ക്ഷമിക്കാന്നങ്ങ് വെച്ചു, പക്ഷെ ലം യജിദ് ത്വബീബൻ ഹാദിഖൻ യുആലിജുഹു, ഒരു പറ്റിയ ഡോക്ടറെ കിട്ടാനില്ല. ഇന്ന് നമ്മളും ആ, പറയാണ് അതിൽ ഗസാലിമാമിനെ പിന്തുടരാം. അവിടെ ഡോക്ടർമാരെ തേടുന്ന സമയത്ത് ഇപ്പോഴുള്ള മാർഗം ഇതാണ്, ഇത്തരം മനസ്സിലായ ഡോക്ടർമാരെ സമീപിക്കുക. അപ്പൊ ഒരാൾക്ക് മനസ്സിലായി, മരുന്ന് കഴിക്കാൻ അയാൾ റെഡിയാ, വൈകാരികത മാറ്റിവെക്കാൻ അയാൾ റെഡിയാണ്. പക്ഷേ ലം യജിദ് തുബീബൻ ഹാദിഖൻ യുആലിജുഹു ഫൈനൽ അത്ബാഅ ഹുമുൽ ഉലമാ, ശരിക്കും ചികിത്സിക്കേണ്ടത് ഉലമ ആണ്. ഒക്കത് ഇസ്തൗല അലൈഹിമുൽ മറദു, ചില പണ്ഡിതന്മാരൊക്കെ നോക്കിയാൽ അവർക്ക് സൂക്കേട് കൂടുതൽ. അവര് ചാനലിന്റെ മുമ്പ് വന്നിട്ട് മറ്റേ പണ്ഡിതനെ ചീത്ത പറയാം, അവരങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പും. പിന്നെ എന്താ ചെയ്യാ? ഫത്വബീബുൽ മരീദു ഖല്ലമാ യൽതഫിതു ഇലാജിഹി. ഇവിടെ ഫത്വബീബുൽ മരീദ്, ഒരു ഡോക്ടർക്ക് തന്നെ രോഗമുള്ള ഒരു കാലം. കല്ലമ എൽത്തഫിത്തു ഇലാജിഹി, അയാളെ ചികിത്സിക്കാനും ശ്രദ്ധിക്കുന്നില്ല. ഫലിഹാദ സ്വാറദ്ദ ഉളാലൻ വൽമറദ് മുസ്മിനൻ. ഒരു ഇതുകൊണ്ട് തന്നെ എന്തായി മാറി? രോഗം അതൊരു രോഗ അഗാധമായി മാറി. അതൊരു ആ, പിന്നെ സ്ഥായിയായി മാറി. രോഗം അതൊരു വാതരോഗം പോലെയായി മാറി. വന്തർ സഹാദൽ ഇൽം, ഈ ഇൽമിലേക്ക് ശ്രദ്ധയേ ഇല്ലാതെയായി പലർക്കും. ഉൻകിറ ബിൽ കുല്ലിയത്ത് തുബ്ബിൽ കുലൂബി വ ഉൻകിറ മറദുഹ, അങ്ങനെ രോഗമില്ല, അങ്ങനെ ഒരു ഡോക്ടറും ഇല്ല എന്നുള്ളിടത്തായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മീയതയൊന്നും ഇല്ല എന്നുള്ളിടത്തേക്ക് പലരുമായിട്ടുണ്ട്. അക്ബൽ അൽ ഖൽഖു അല ഹുബ്ബി ദുനിയ, പലരും ജനങ്ങളിൽ പലരും ദുനിയാവിനെ, അതിനെ അഡിക്റ്റ് ആയിപ്പോയി. വല അഅ്മാലിൻ ളാഹിറുഹ ഇബാദത്തും, കുറെ അമലൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ അത് ഇബാദത്താണ്. ബാത്തുനുഹ ആദാത്തുൻ വ മുറാആത്തുൻ, അതൊക്കെ ഒരു പതിവ്. പതിവ് തെറ്റിക്കുമ്പോൾ ഒരു ഡിസോർഡർ ഉണ്ടാവും, അതുകൊണ്ടുള്ള ഒരു ഇടങ്ങാറെന്നല്ലാതെ
അള്ളാഹുവിനോടുള്ള മഹബത്താകുന്നുണ്ടോ, ഫഹാദിഹി അലാമാത്തു ഉസൂലിൽ അമ്രാം, ആ രോഗത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത്. അമ്മ അലാമാത്തു ഔദിഹ ഇല സ്വിഹത്തി ബഅദൽ മുആലജ, ചികിത്സിച്ചിട്ട് മാറി വരുന്നതിന്റെ ലക്ഷണം എന്താണ്? ഫഹുവ അൻ യൻദുറ ഫിൽ ഇല്ലത്തി അല്ലതി യുആലിജുന, ഇയാൾ ചികിത്സിക്കുന്ന രോഗത്തെക്കുറിച്ച് അയാളൊന്ന് വിലയിരുത്തണം. ഫൈൻ കാന യുആലിജു ദാ അൽ ബുഖ്ലി ഫഹുവൽ മുഹ്ലികുൽ മുബഇദു അനില്ലാഹി അസ്സ വജൽ, ഒരാൾ ചികിത്സിക്കുന്നത് ബുഖ്ലാണ്, പിശുക്കാണ്. മസലൻ, ഉദാഹരണത്തിന് പറയാം, പിശുക്കിനെയാണ് ഒരാൾ ചികിത്സിക്കുന്നത്. വൈന്നമ ഇലാജുഹു ബിബദ്ലിൽ മാലി വഇൻഫാഖിഹി, അയാള് സമ്പത്ത് സ്വതക്ക ചെയ്യണം, അത് ചെലവഴിക്കണം, അതാണ് അതിന്റെ ചികിത്സ. വലാകിന്നഹു ഖദ് യബ്ദുലുൽ മാല ഇലാ ഹദ്ദിൻ യസ്വീറു ബിഹി മുബദ്ദിറൻ, ചിലപ്പോൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും? തബ്ദീറായി മാറും. തബ്ദീർ എന്ന് പറഞ്ഞാൽ പറ്റാത്തതിന് കൊടുക്കുക. അങ്ങനെ ആയി മാറുമ്പോൾ അയാൾ ദൂർത്തായി മാറും. ഫയക്കൂനു തബ്ദീറു അയ്ളൻ ദാവന, അത് മറ്റൊരു പ്രശ്നമാണ്. അങ്ങനെ ആയി മാറും. വൈന്നമ ഇലാജുഹു ബിബദ്ലിൽ മാലി വ ഇൻഫാഖിഹി, അവിടെ ചികിത്സ എന്തേ ഉള്ളൂ? അത് ദാനം ചെയ്യുക, ചെലവഴിക്കുക. വലക്കിന്നഹു, പിന്നെ അവിടെ എന്ത് ചെയ്യണം? ഫയക്കൂനു തബ്ദീറു അയ്ളൻ ദാഅൻ വഫകാന കമൻ യുആലിജുൽ ബുറൂദത ബിൽ ഹറാറത്തി, അവിടെ ഈ പിശുക്കിന് വേണ്ടി ചികിത്സിച്ച് അത് ധൂർത്താകുന്നിടത്തത് ഏതുപോലെയാണ്? തണുപ്പിന് ചികിത്സിച്ചിട്ട് ചൂടായി മാറുന്നത് പോലെയാണ്. തണുപ്പിന് ചികിത്സിച്ചാൽ ഒരു എയർ കണ്ടീഷനാണ് മാറണം. എന്താകരുത്? അത് ഹോട്ടായി മാറരുത്, ചൂടായി മാറരുത്. തഗ്ലിബുൽ ഹറാറത്തു ഫഹുവ അയ്ളൻ ദാഅൻ, ഒരാൾക്ക് ബുറൂദത്ത്, ഈ തണുപ്പ് പിടിക്കുന്ന ഒരു ഇതിന് ചികിത്സിച്ചിട്ട് അത് ചൂടായി പോകുന്ന അവസ്ഥയാകരുത്, അതൊരു മീഡിയം ലെവലിലേക്ക് വരണം. ബലിൽ മത്ലൂബു അൽ ഇഅ്തിദാലു ബൈനൽ ഹറാറത്തി വൽ ബുറൂദത്തി, രണ്ടിന്റെ ഇടയിലുള്ള ഒരു മീഡിയം അവസ്ഥയിലാണ് എന്ത്? രക്ഷ. അതുകൊണ്ട് അങ്ങനെ ആകണം. ഫക്കദാലിക്കൽ മത്ലൂബു അൽ ഇഅ്തിദാലു ബൈന തബ്ദീരി വത്തഖ്തീരി, ഇപ്പൊ ഇതുപോലെ ഇവിടെ എന്താണ് മീഡിയ അവസ്ഥ? എന്താണ്? ധൂർത്തു ആകരുത്, അതേ സമയത്ത് പിശുക്കു ആകരുത്. ഹത്ത യകൂനു അലൽ വസ്തി, അതൊരു മീഡിയം ലെവലിലാകണം. വഫി ഗായത്തിൻ മിനൽ ബുഅദി അനി ത്വറഫൈൻ, പിശുക്കു ആകരുത് മാക്സിമം, അതുപോലെ മാക്സിമം ധൂർത്തു ആകരുത്. ഇത് രണ്ടിന്റെ ഇടയിൽ വന്ന് നിൽക്കണം. ഫൈൻ അറത്ത അൻ തഅരിഫൽ വസ്ത, ഈ മീഡിയം മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഫൻദുർ ഇലൽ ഫീൽ അല്ലദി യൂജിബുൽ ഖുൽഖൽ മഹ്ദൂറ, ഈ പേടിക്കേണ്ട സ്വഭാവം ഉണ്ടാകുന്ന ആ സ്വഭാവത്തെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഫൈൻ കാന അസ്ഹല അലൈക വ അലദ്ദ മിനല്ലദി യുദാദ്ദുഹു, അതിന്റെ ഓപ്പോസിറ്റിനേക്കാളും ഇതാണ് നിനക്ക് എളുപ്പം തോന്നുന്നെങ്കിൽ, പിശുക്കാണ് എളുപ്പം തോന്നുന്നത്, അല്ലെ ധൂർത്താണ് എളുപ്പം തോന്നുന്നതെങ്കിൽ ഫൽ ഗാലിബു അലൈക ദാലിക്കൽ ഖുലുഖുൽ മൂജിബു ലഹു, അപ്പൊ അത് രോഗാണെന്ന് മനസ്സിലാക്കണം. കൂടുതൽ നിനക്ക് എളുപ്പം ഏതാ? അതാണ് രോഗം. മിസ്ലു അൻ യകൂന ഇംസാഖുൽ മാലി വ ജംഉഹു അലദ്ദ ഇൻദക് വ ഐസറ അലൈക്, സ്വത്തിങ്ങനെ കൊണ്ടാക്കുക, അതാണ് നിനക്ക് ഇഷ്ടം, അതാണ് നിനക്ക് എളുപ്പം. അങ്ങനെയാണെങ്കിൽ മിൻ ബദ്ലിഹി ലി മുസ്തഹിഖിഹി, അവകാശികൾക്ക് നൽകുന്നതിനേക്കാൾ അതാണ് നിനക്ക് പ്രിയപ്പെട്ടതെങ്കിൽ ഫഅലം അന്നൽ ഗാലിബ അലൈക ഖുലുഖുൽ ബുഖ്ലി, നിനക്ക് പിശുക്കുണ്ട് എന്ന് മനസ്സിലാക്കും. ഫസിദ് ഫിൽ മുവാദബത്തി അലൽ മദിൽ, ഒന്നും കൂടി നീ എന്ത് ചെയ്യണം? സമ്പത്ത് സ്വതക്ക ചെയ്യുന്നതും ചെലവഴിക്കുന്നതും ശ്രദ്ധിക്കണം. ഫൈൻസ്വാറൽ ബദലു അല ഗൈരിൽ മുസ്തഹിഖി അലദ്ദ ഇൻദക, ഒരു അർഹനായ ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നിനക്ക് പ്രിയപ്പെട്ടത്. വാഹഫ അലൈക മിനൽ ഇംസാക്കി, അർഹരായ അല്ലാത്തവർക്ക് കൊടുക്കുക, അതായത് തെറ്റായ സംഗതികൾ, അനാവശ്യങ്ങൾക്ക്. ഒരു കുട്ടി തോന്നിയാസം പറയാണ്, അതിന് കൊടുക്കുകയാണ്. അതുപോലെ ഒരു കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ ആവേശം, പെണ്ണ് കാണാൻ പോവാണ്, പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു ക്രെയിനിൽ ചോക്ലേറ്റ് കൊണ്ടുപോവുക. ഭ്രാന്താലയം മതിയാവൂല ഇങ്ങനത്തേനൊക്കെ, ഇത്തരം രോഗത്തിനൊക്കെ ചികിത്സിക്കാൻ നിന്നാൽ അമ്മാതിരി അസുഖമായി മാറുകയാണ്. തെബുതീയും ധൂർത്ത്, അങ്ങനെ ഒരുമാതിരി വഷളത്തരം. അതായത് ചിലപ്പോഴൊക്കെ തോന്നും ഇവരൊന്നും ഈ കല്യാണമൊന്നും അതുപോലെ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് തോന്നും. കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇത്തരം ആഭാസം കാണിക്കുന്നത്, പണ്ട് നമ്മളെ ഭാഗത്തൊരു ഇത് ചൊല്ലു, വാളർക്കത്തെ വാളർത്ത വാൾ, പിന്നെ മിന്നാട്ടം കുറച്ച് കൂടുതലാന്ന് പറയാം. വേറെ ചിലതും പറയാറുണ്ട്, അതിപ്പോ ഇവിടെ പറയാൻ പറ്റൂലല്ലോ. അപ്പോ അങ്ങനത്തെ ഒരു 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 അസുഖമാണ്. അപ്പോ തെബുതീർ ഒരു അസുഖമാണ്, മറലാണത്. അപ്പൊ അത് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫഖദ് ഗലബ അലൈക തബ്ദീർ, നിനക്ക് ദൂർത്താണ്. അതുകൊണ്ട് ഫർജി ഇലൽ മുവാദബത്തി അലൽ ഇംസാക്, അവിടെ നീ ബ്രേക്ക് ചെയ്യണം, പിടിച്ചു വെക്കണം. ഫല തസാലു തുറാഖിബു നഫ്സക്,
എപ്പോഴും ഒരു നിരീക്ഷണം വേണം. ചെയ്യുന്ന റെഡി ആയിട്ടുണ്ടോ? വതസ്തദില്ലു അലാ ഖുലുഖിക ബിതൈസീരിൽ അഫ്ആലി വതൈസീരിഹ. അത് ഏതാണ് നിനക്ക് ഈസി, ഏതാണ് ഡിഫിക്കൽട്ട്, ഏതാണ് ഉസ്ർ യുസ്ർ, എളുപ്പം ഏതാണ് എന്ന് നോക്കണം. നന്മയാണ് എളുപ്പമെങ്കിൽ ആ കുഴപ്പമില്ല, തിന്മയാണ് എളുപ്പമെങ്കിൽ പ്രശ്നമാണ്. അവിടെ നോക്കണം, നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. حتى تنقطع علاقة قلبك عن الالتفات إلى المال. ഒരു സ്വത്ത് ഒരു വിഷയമല്ല, അങ്ങനെയായി മാറും. സ്വത്ത് അത് നിനക്കൊരു വിഷയമല്ലാതായി മാറും. ഫല തമീലു ഇല ബദ്ലിഹി വൈല ഇല അംസാൽ. അത് കൊടുക്കലും പ്രശ്നമല്ല, പിടിച്ചു വെക്കലും പ്രശ്നമല്ല. ബൽ യസീറു ഇൻദക കൽമാഇ. വെള്ളം പോലെ. ഫലാ തത്ലുബു ഫീഹി ഇല്ലാ ഇംസാഖഹു ലിഹാജത്തിൻ. വെള്ളം പൊതുവില് അത് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കും. ഇനി എന്ത് ചെയ്യും? പിന്നെ ഒരു ആവശ്യക്കാരന്റെ കൊടുക്കുകയും ചെയ്യും. ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ്, അതൊരു വിഷയമാണ്. അതുപോലെ ഫലാ തത്ലുബു ഫീഹി ഇല്ലാ ഇംസാഖഹു ലിഹാജത്തി മുഹ്താജിൻ. ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനെടുത്തു വെക്കും. വുളൂഉണ്ട്, അതിനെടുത്തു വെക്കും. ഔ ബദ്ലുഹു ലിഹാജത്തി മുഹ്താജിൻ, ആവശ്യക്കാരന്റെ കൊടുക്കും. വലാ യതറജ്ജഹു ഇൻദകൽ ബദ്ലു അലൽ ഇംസാഖ്. കൊടുക്കൽ ഒരു പ്രശ്നമല്ല. فكل قلب صار كذلك فقد أتى الله سليما من هذا المقام خاصة. ഈ മൈൻഡിൽ അള്ളാഹുവിനെ സമീപിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് സലീമുൽ ഖൽബാണ്. മനസ്സ് സുരക്ഷിതനാണ്. മനസ്സ് സുരക്ഷിതനാകുന്നവൻ ഈ അവസ്ഥയിലായിരിക്കണം. അങ്ങനെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ويجب أن يكون سليما من سائر الأخلاق حتى لا يكون له علاقة بشيء مما يتعلق بالدنيا. ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അയാൾക്കൊരു മാറ്റർ അല്ല, പ്രതിപാദ്യ വിഷയമല്ല. അങ്ങനെയായി മാറണം. ഹത്താ തർത്തഹില നഫ്സു അനി ദുനിയ. ദുനിയാവിൽ നിന്ന് യാത്രയാകുമ്പോൾ മുൻഖത്തിഅത്തൽ അലായിത്തി മിൻഹ. എല്ലാ ബന്ധവും നേരത്തെ ഡിസ്കണക്റ്റഡ് ആണ്. ഇനി ബന്ധം പുലർത്തുന്നതുണ്ടെങ്കിൽ അതൊക്കെ ലില്ലാഹിയാണ്. അപ്പൊ പിന്നെ ഫ്രീ ആയി എപ്പോഴും സ്വതന്ത്രമായി യാത്ര. ഏത് സംഗതി ചെയ്യുമ്പോഴും അതിന്റെ കണക്ഷൻ ലില്ലാഹി, അള്ളാഹു ആണ് മാറ്റർ. അപ്പൊ നല്ല റാഹത്ത്. അതൊരു മാറ്റർ അല്ല, അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിനോട് വലിയൊരു ഷൗക്ക്, ഭയങ്കര അട്രാക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ മുത്തുമഇന്നത്തൻ നഫ്സ് ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയത്തൻ മുത്തുമഇന്നത്തൻ. നല്ല റാഹത്തായിട്ട് പോകാം, നല്ല തൃപ്തിപ്പെട്ടവനായിട്ട്, ഇങ്ങോട്ട് തൃപ്തിയുള്ളവനായിട്ട് അങ്ങനെ യാത്ര ചെയ്യാം. ദാഖിലത്തൻ ഫി സുംറത്തി ഇബാദില്ലാഹിൽ മുഖറബീൻ. അള്ളാഹുവിന്റെ ഇഷ്ടമിത്രങ്ങളിൽ പെട്ടിട്ട് മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ശുഹദാ, സുദ്ദീഖ്, അംബിയാക്കൾ, ഇങ്ങനെ ഉന്നത. വഹസുന ഉലൈക റഫീഖ. അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയുള്ള ബെസ്റ്റി, അങ്ങനെ യാത്രയാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലമ്മാ കാനൽ വസ്തു അൽ ഹഖീഖിയ്യു ബൈന തുറഫൈനി ഫി ഗായത്തിൽ ഉമൂം. പക്ഷെ ഈ വസ്തു ഉണ്ടല്ലോ, അപ്പുറം തെറ്റുമില്ല ഇപ്പുറം ദൂർത്തുമില്ല, ഈ രീതിയിൽ പോകുന്ന രണ്ട് തുറഫിന്റെ ഇടയിലുള്ളത് കുറച്ച് പുളിക്കും. പക്ഷേ അത് ലില്ലാഹി ആയാൽ അത് ടേസ്റ്റായി മാറും. അത് മുടിയേക്കാൾ നേരിയതാണ്, വളരെ മൈന്യൂട്ട്, വളരെ നേരിയതാണ്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. فلا جرم أن من استوى على هذا الصراط المستقيم في الدنيا. ഒരാൾ ഈ സുറാത്തുൽ മുസ്തഖീമിൽ ദുനിയാവ് തന്നെ ഇങ്ങനെ ആയാലുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് നിന്നാൽ ജാസ അലാ മിത്ലി ഹാദ സുറാത്ത് ഫിൽ ആഖിറ. ഇതുപോലെ ആഖിറത്തിലെ സുറാത്ത് കിടക്കാൻ പറ്റും. وقلما ينفك العبد عن ميل عن الصراط المستقيم عن الوسط. ഈ മീഡിയം ലെവൽ, ഈ ലെവലിലുള്ള അതിൽ നിന്ന് ഒരു ആള് എന്ത് ചെയ്യുന്നത്, മാറി നിൽക്കുന്നത് തീരെ ഇല്ലാതെ എപ്പോഴും അങ്ങനെ ആയാൽ ഹത്തല യമീലു ഇലാ അഹദിൽ ജാനിബൈൻ. എങ്ങോട്ടും ദൂരത്തിലേക്കും ഇല്ല, പിശുക്കിലേക്കും ഇല്ല. ഏത് സ്വഭാവത്തിലും അങ്ങനെ തന്നെ. കഴിഞ്ഞ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് ആ ഭാഗങ്ങളൊന്നും കൂടി ഒന്ന് കണ്ടാൽ നല്ലതാണ്.
അങ്ങനെ രണ്ട് ജാനിബിലേക്കും പോകാതെ ഈ വസ്തുവിലൂടെ പോകാൻ പറ്റിയാൽ ഫയകൂനു ഖൽബുഹു മുതഅല്ലിഖൻ ബിൽ ജാനിബിൽ ലദീ മാല ഇലൈഹി. അപ്പോ ഇയാളുടെ കൽബ് എന്തായി മാറും? അയാളെ ലക്ഷ്യം വെച്ചതിലേക്കായി മാറും. വലിദാലിക ലാ യൻഫക്കു അൻ അദാബിമ്മ. ഒരു അദാബാണ്, ഒരു എഫേർട്ടാണ് അത്, ഒരു എഫേർട്ടാണ്. പക്ഷെ ആ എഫേർട്ടിനെ ഉൾക്കൊണ്ടാൽ അത് ആസ്വാദനമാണ്. വജ്തിയാസിൻ അലന്നാർ, അത് നരകം വിട്ടുകിടക്കലാണ്, തീ വിട്ടുകിടക്കലാണ്. വൈൻകാന മിസ്ലൽ ബർഖി, അയാൾക്ക് മിന്നൽ പോലെ പോകണോ? ഖാലല്ലാഹു തആല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ ثم ننجي الذين اتقوا. എല്ലാരും ആ തീയൊന്ന് കടക്കണം. അപ്പോ ആ തീയാണ് എന്ന് മനസ്സിലാക്കി അതിനെ മേലെ കൂടെ കടക്കുകയാണ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നാൽ നരകത്തിന്റെ മുകളിൽ കൂടെ കടക്കുമ്പോഴും അവിടുത്തെ സിറാത്ത് ഇവിടുത്തെ സിറാത്താണ്. ഇവിടുത്തെ ഈ സിറാത്തും മുസ്തഖീം പ്രാക്ടീസ് ചെയ്താൽ അവിടുത്തെ സിറാത്തും മുസ്തഖീമിൽ പറക്ക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഐ അല്ലദീന കാന ഖുർബുഹും ഇല സിറാത്തുൽ മുസ്തഖീം അക്സറ മിൻ ബുഅദിഹിം അൻഹു. അയാള് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അകലുന്നതിനേക്കാൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോ വലിയ അജ്ലി ഉസ്രിൽ ഇസ്തിഖാമത്തി വജബ അല കുല്ലി അബ്ദിൻ. ഇതൊരു സംഗതി, ഒരു നമുക്കിപ്പോ തുടർച്ചയായി ചർച്ച ചെയ്തപ്പോൾ ഇതൊരു എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാകാം. അതേസമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് അവെയർ അല്ലാത്തവർക്ക് അടിമുടി ഇത് പ്രശ്നമാണ്, എന്റെ ഡിഫിക്കൽട്ടാണ്, അടിമുടി പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം 17 തവണ അള്ളാഹുവിനോട് ഈ മുസ്തഖീമിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് അഫർമേഷൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഫീ ഖൗലി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇത് വജബ ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫീ കുല്ലി റക്അത്തിൻ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതിയാൽ 17 തവണ ഇല്ലേ? അപ്പൊ മിനിമം ഒരു 17 തവണ എങ്കിലും അറിഞ്ഞു പറയണം. പടച്ചോനെ ഈ ഒരു വഴി അതൊന്ന് എളുപ്പമാക്കി തരണേ. ഫഖദ് റുവിയ അന്ന ബഅദഹും റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ചില മഹാന്മാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ ഫഖാല, അവർ ചോദിച്ചു, ഖദ് ഖുൽത യാ റസൂലല്ലാഹ് ശയ്യബത്നി ഹൂദ്. നബിയെ, അങ്ങ് പറഞ്ഞിട്ടില്ലേ ഹൂദ് ശയ്യബത്നി ഹൂദ്, ഹൂദ് സൂറത്താണ് അങ്ങനെ നിരപ്പിച്ചത്. ഫലിമ ഖുൽത ദാലിക, എന്താ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഫഖാല അലൈഹിസ്സലാം ലിഖൗലിഹി തആല ഫസ്തഖിം കമാ ഉമിർത. ഈ സിറാത്തുൽ മുസ്തഖീം പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ മക്കളെ. ഫസ്തഖിം കമാ ഉമിർത ഫല്ലിസ്തിഖാമത്തു അല സവാഇസ് സബീലി ഫി ഗായത്തിൽ ഉമൂർ. അതൊരു വലിയ വിഷയാണ്, അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. വലാകിൻ യൻബഗി അൻ യജ്തഹിദ അൽ ഇൻസാനു ഫിൽ ഖുർബി മിനൽ ഇസ്തിഖാമത്തി ഇല്ലം യഖ്ദിർ അലാ ഹഖീഖത്തിഹാ. ആ പൂർണ്ണമായിട്ട് പറ്റുന്നില്ലെങ്കിലും അതിനുവേണ്ടി അങ്ങനെ അടുത്തടുത്ത് അങ്ങനെ വരണം. ഫകുല്ലു മൻ അറാദ അൻ-നജാത ഫലാ നജാത ലഹു ഇല്ലാ ബിൽ അമലി സ്വാലിഹ്. രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവനൊക്കെ സ്വാലിഹ് അമലും സ്വാലിഹ് ചെയ്യണം. വലാ തസ്ദുറുൽ അഅമാലു സ്വാലിഹത്തു ഇല്ലാ മിനൽ അഖ്ലാഖ് ഇല്ലാ അനിൽ അഖ്ലാഖിൽ ഹസന. അമലും സ്വാലിഹാകണോ, സൽസ്വഭാവം വേണം, സൽസ്വഭാവം നിർബന്ധമാണ്. ഫല്യതഫഖദ് കുല്ലു അബ്ദിൻ സിഫാതഹു വ അഖ്ലാഖഹു. ഏതൊരു മനുഷ്യനും നോക്കേണ്ടത് സൽസ്വഭാവമാണ് അന്വേഷിക്കേണ്ടത്. വലിയുഅദ്ദിദ്ഹാ വലിയസ്തഗിൽ ബിഇലാജിൻ വാഹിദിൻ ഫീഹാ അല തർതീബ്. അങ്ങനെ സൽസ്വഭാവം നന്നായി നേടിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതാണ് ട്രെയിനിങ്, പരിശീലനം. ഫനസ്അലുല്ലാഹൽ കരീമ അൻ യജഅലനാ മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇന്നത്തെ ചർച്ചയിൽ വന്ന പ്രധാന വിഷയം നമുക്ക് എളുപ്പം, ഇത് കുറച്ച് കടുപ്പമുള്ള വിഷയമാണ്. പക്ഷേ അതിലാദ്യം അള്ളാഹുവിനെ അറിയുക, മഹബത്ത് സ്ഥിരപ്പെട്ടാൽ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമില്ലാത്ത ഒരാള് അതിനൊരുങ്ങി മുതിർന്നാൽ ഇൻഷാ അള്ളാഹ് വളരെ ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ പറ്റും. സുഖിച്ച് ജീവിക്കലാണ് ശരിക്കും ഈമാൻ. അതായത് സൽസ്വഭാവം അറിഞ്ഞു ജീവിച്ച പിന്നെ എപ്പോഴും അതാണ് അടിപൊളി. പക്ഷെ അതിന് മഹബത്ത് പതിയണം. അള്ളാഹുവിനെ അറിഞ്ഞാൽ മഹബത്ത് ഉണ്ടാകും. അപ്പൊ അതിനാണ് നിരന്തരം ഇനിയും ഇൻഷാ അള്ളാഹ് ആ ഭാഗങ്ങൾ വേറെ ചർച്ചയ്ക്ക് വരാനുണ്ട്. നമുക്ക് ഈ ബാബുകൾ കഴിഞ്ഞിട്ട് അതും കൂടെ ചർച്ചകളും ഉൾക്കൊള്ളുകയും ചെയ്യണം, ശ്രമിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് സ്ക്രീനിൽ ഇത് നൽകാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ ഹാപ്പി സോണിന്റെ
ആഹ് പല പ്രോഗ്രാമുകളും നടക്കുന്നതിന്റെ ഭാഗമായി പല പല സ്ഥലങ്ങളിൽ വെച്ചാണ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അഗളിയിലാണ്. ഇമാം ഗസാലി അക്കാദമി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നബിദിന പരിപാടികളും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോ അതിനോടനുബന്ധിച്ചുള്ള ചില പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ സ്ഥാപനം കാണുകയും സ്ഥാപനം വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വന്നത് കൂടിയാണ്. അൽഹംദുലില്ലാ പല രക്ഷിതാക്കളും പുറത്തു നിന്നുള്ള വിദഗ്ധർ, ഇന്നലെ 2 എഞ്ചിനീയർമാരെ ഞാൻ ഇന്നലെ കണ്ടു. അവര് പറഞ്ഞു എന്തു നല്ല മക്കളാണ്, ഈ സ്ഥാപനത്തിന് എന്താണ് അവരുടെ അച്ചടക്കം, ഇവര് മതി. ഇന്നലെ ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോ ഒരു എഞ്ചിനീയർ, 2 പേരും എഞ്ചിനീയറാണ്, അവർ പറഞ്ഞു എന്തൊരു നല്ല മക്കള്, ഇവര് നടത്തിക്കോളും, ഇവിടെ ഉസ്താദുമാരൊന്നും വേണ്ട, അത്ര ഭംഗിയാണ്, അച്ചടക്കമുണ്ട്, അതുപോലെ ഭംഗിയായിട്ട് അവർ പരിപാടികൾ നടത്തുന്നുണ്ട്, പിന്നെ നല്ല സ്വഭാവവും നല്ല ഒതുക്കവും പ്രവർത്തനക്ഷമതയും. അൽഹംദുലില്ലാ അള്ളാഹു സ്ഥാപനത്തിന് ഉയർച്ച നൽകുമാറാകട്ടെ. വേങ്ങര അൽ ഇഹ്സാനിന്റെ കീഴിലാണ് സ്ഥാപനം നടക്കുന്നത്. നല്ല ഒരു കൂട്ടം ഉസ്താദുമാർ, അവരുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട്. ഒരുപാട് നല്ലവർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ഒരുപാട് നല്ല മനസ്സുള്ളവർ, അവരുടെയൊക്കെ സഹായവും പിന്തുണയും ഒക്കെ സ്ഥാപനത്തിന്റെ വിജയത്തിനും അതിന്റെ മുന്നോട്ട് ഉള്ള ഗമനത്തിലും ഉണ്ട് എന്ന് മനസ്സിലാകുന്ന അള്ളാഹു സഹായിച്ചവരെയൊക്കെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം, ഞാൻ പഠിച്ചത് സിറാജുൽ ഹുദയാണ്, സിറാജുൽ ഹുദ മർക്കസ് തുടങ്ങിയ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം, അതെല്ലാം നല്ല ഹൈറായ രീതിയിൽ മുന്നോട്ട് പോകാൻ അതിന് സഹായിക്കുന്നവരെയൊക്കെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മശായിഖുമാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ സംവിധാനങ്ങളിലെ കൂട്ടുകാർ, എല്ലാവർക്കും അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിത അഭിലാഷം അത് ഈ ഒരു ജീവിതമാണ്. അൽ സുറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഈ സ്ട്രൈറ്റ് ഫോർവേഡ്, നേരെ ചൊവ്വയുള്ള വഴി, ഈ വഴിയിലൂടെയുള്ള യാത്രയാണ്. അള്ളാഹു നമുക്കത് സാധ്യമാക്കി തരുമാറാകട്ടെ. അത് സാധ്യമായാൽ എല്ലാമായി. അതിന്റെ ഭാഗമായി ജീവിതം എളുപ്പത്തിൽ അനുഭവിക്കാനും ജീവിതം സന്തോഷത്തോടെ നയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറത്തിലെത്തുമ്പോൾ ഇതിന്റെയൊക്കെ യഥാർത്ഥ വക്താക്കളായ സ്വാലിഹീങ്ങളുടെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഹുൽ ഹംദിന്റെ കീഴിൽ നല്ലവരുടെ വക്താക്കളായി ആഖിറത്തിൽ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ വിചാരണയ്ക്ക് വേണ്ടിയും ശിക്ഷയ്ക്ക് വേണ്ടിയും വിധേയരാകുന്ന വലിയ ഹതഭാഗ്യരിൽ ഉൾപ്പെടുത്താതെ അള്ളാഹു എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് വിജയം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു വരുന്നുണ്ട്. രോഗവും പ്രയാസങ്ങളും ദുരിതങ്ങളും പടച്ചോനെ എല്ലാരെയും നീ രക്ഷിക്കണേ റഹ്മാനെ, എല്ലാരെയും നീ സഹായിക്കണേ റഹ്മാനെ, എല്ലാവരിലേക്കും നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നൽകണേ അല്ലാഹ്. വിഷമമുള്ളവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാഹ്, രോഗമുള്ളവർക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ ദാരിദ്ര്യമുള്ളവർക്ക് ഐശ്വര്യം നൽകണേ അല്ലാഹ്, ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം എളുപ്പവും സന്തോഷവും നിന്റെ സഹായവും തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും ഖൈറിലും സന്തോഷത്തിലും ആഫിയത്തിലും ഈമാനിലും തഖ്വയിലും ആക്കി തരണേ അല്ലാഹ്, നിന്റെ കാവലിലാക്കി തരണേ അല്ലാഹ്. ആവശ്യങ്ങളോ അഭിലാഷങ്ങളോ ഒക്കെ ഖൈറായ രീതിയിൽ നീ നിർവഹിച്ചു തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.